നമ്മുടെ മനസാക്ഷിയെ വല്ലാതെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് രണ്ട് മൂന്ന് ദിവസം മുൻപ് തിരുവനന്തപുരം കമലേശ്വരത്ത് നടന്നത്. അവിടെ ഒരു അമ്മയും മകളും ആത്മഹത്യ ചെയ്യുന്ന സംഭവമുണ്ടായി. അത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനം, ഗാർഹിക പീഡനവുമൊക്കെ ബന്ധപ്പെട്ട വിഷയമാണെന്നായിരുന്നു വാർത്തകൾ പുറത്തു വന്നത്. ഇവരുടെ ഭർത്താവ് മുംബൈയിൽ അറസ്റ്റിലായ വാർത്തയും ഇന്നലെ പുറത്തു വന്നിരുന്നു. ഈ ഭർത്താവിൻ്റെ സഹോദരൻ ന്യൂസ് 18നോട് സംസാരിച്ചു. ഭർത്തൃ കുടുംബം സംസാരിച്ചു. വിവാഹബന്ധം വേർപെടുത്താനുള്ള നിയമ നടപടികൾ ആരംഭിച്ചതാണ്. തുടക്കം മുതൽ തന്നെ വിവാഹബന്ധത്തിൽ ചില ഉലച്ചിലുകൾ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഗ്രീഷ്മയുടെ അമ്മ ആത്മഹത്യാ ഭീഷണി മുഴക്കാറുണ്ടായിരുന്നുവെന്ന് ഭർത്തൃ സഹോദരൻ ന്യൂസ് 18നോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. തിരുവനന്തപുരം കമലേശ്വരത്ത് ദിവസങ്ങൾക്ക് മുമ്പാണ് ഗ്രീമയുടെ അമ്മ സജിതയെയും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അതുമായി ബന്ധപ്പെട്ട് ഭർത്താവിനെയും ഭർത്താവിൻ്റെ കുടുംബത്തെയും ഒക്കെ വിമർശന മുരയിൽ നിർത്തുന്ന പലതരത്തിലുള്ള ആരോപണങ്ങൾ പല ദിശകളിൽ നിന്ന് വരുന്നു. പൂന്തറ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഗ്രീമയുടെ ഭർത്താവിൻ്റെ സഹോദരൻ എന്നോടൊപ്പം ചേരുന്നു. എന്താണ് ഈ പെട്ടെന്ന് ഇങ്ങനൊരു പ്രകോപനത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്? പ്രകോപനങ്ങൾ ഞങ്ങളുടെ സൈഡിൽ നിന്ന് എന്തായാലും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണ് ശരിക്കുള്ള കാരണം എന്നുള്ളതും ഞങ്ങൾക്കറിയില്ല. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും അറിയാത്തൊരു കാര്യമാണ്. ഈ ആത്മഹത്യാ കുറിപ്പിലടക്കം ഈ 200 പവൻ സ്വർണമൊക്കെ കൊടുത്താണ്, വീടൊക്കെ നൽകിയാണ് വിവാഹം നടത്തിയത്. പക്ഷേ പിന്നീട് മകൾ ഒരു മോഡേൺ ലൈഫ് സ്റ്റൈൽ ആയിരുന്നില്ല നയിച്ചത് എന്ന വിമർശനം തങ്ങളുടെ സഹോദരൻ ഉന്നയിച്ചു എന്നാണ് ഈ ആത്മഹത്യ കുറിപ്പിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഈ എത്ര പവനാണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ചേച്ചിയുടെ സൂയിസൈഡ് നോട്ടിൽ തന്നെ ആ ഗോൾഡ് 200 പവനോളം അങ്ങനെ എന്തോ ആണ് ടേം യൂസ് ചെയ്തിരിക്കുന്നത്. അത്രത്തോളം അവരുടെ കസ്റ്റഡിയിൽ ഏതോ ലോക്കറിലുണ്ടെന്നോ ആ ലോക്കറിൻ്റെ ഡീറ്റെയിൽസ് സഹിതം അതിലുണ്ട്. അപ്പോൾ അതൊന്നും ഇതിലൊരു ഫാക്ടറായിട്ട് തോന്നുന്നില്ല. ഞങ്ങളത് സ്വീകരിച്ചിട്ടില്ല. അത് ഈവൻ സൂയിസൈഡ് നോട്ടിൽ ക്ലിയറുമാണ്. നമുക്കത് നമ്മൾ എടുത്തിട്ടോ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമേ നടന്നിട്ടുമില്ല. ഇത് പെട്ടെന്നുണ്ടായ പ്രശ്നമാണ്. ഇവരുടെ വിവാഹം എന്നാണ് കഴിഞ്ഞത്? കല്യാണം 2019 സെപ്റ്റംബറിലാണ് കല്യാണം കഴിഞ്ഞത്. തുടക്കം മുതലേ പാരൻസിൻ്റെ ഇൻ്റർവെൻഷൻ ഭയങ്കര കൂടുതലായിരുന്നു എന്നുള്ളതാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒട്ടും ഒരു പ്രൈവസി അവർക്ക് കൊടുത്തിരുന്നില്ല എന്നുള്ളത് ആയിരുന്നു തുടക്കത്തിലെ പ്രശ്നം. സംസാരിച്ചിട്ടുണ്ട്, ഫാമിലീസ് തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. ഈവൻ രണ്ട് സ്ഥലത്ത് ഫാമിലി കൗൺസിലിങ്ങിന് 2 ഫാമിലീസും ചേട്ടനും അമ്മയും ചേച്ചിയുടെ അച്ഛനും അമ്മയും ആയിട്ടൊക്കെ പോയിട്ടുണ്ട്. അത് അപ്പോഴൊക്കെ അവരും കൗൺസിലേഴ്സ് പറഞ്ഞതെന്ന് വെച്ചാൽ ഡിവോഴ്സ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ള രീതിയിലൊക്കെയാണ് അന്ന് അവർ സംസാരിച്ചത്. അത് ഇവരുടെ ഇടയിലെ പ്രശ്നം കൊണ്ടല്ല, ഈ പേരൻസ് ഇൻവോൾവ് ആകുന്നതുകൊണ്ടുള്ള ഈ നടന്ന കാര്യങ്ങൾ അന്ന് വരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു ഒപ്പീനിയനാണ് അവർ പറഞ്ഞത്. അപ്പം ഇനിഷ്യലി ഇപ്പം നമുക്ക് ഒരു തോന്നൽ, ഇപ്പം ഒരു ചെറിയൊരു ആദ്യം ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അത് നമ്മളെപ്പോഴും ഇഗ്നോർ ചെയ്യുമല്ലോ. പക്ഷെ അങ്ങനെ പല കാര്യങ്ങളായപ്പോഴൊക്കെയാണ് കൗൺസിലിങ്ങിന് പോവുകയും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡിസ്കഷനിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് ചേച്ചി അല്ലെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ഇപ്പം എന്തെങ്കിലും അതൊരു വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാവാം, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനിൽ തന്നെ ഒരു നോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ തന്നെ അത് എൻഡ് ചെയ്യുന്നത് സൂയിസൈഡ് ചെയ്യുമെന്ന് അന്നേ തൊട്ടേ പറയുമായിരുന്നു. ആരായിരുന്നു ഇത് പറയുന്നത്? ഗ്രീമയായിരുന്നോ അതോ? 2 പേരും പറയുമായിരുന്നു. അതിലിപ്പം ആൻറ്റി ആണ് കൂടുതലായിട്ട് അത് പറഞ്ഞിട്ടുള്ളത്. എപ്പോഴും ആൻറ്റി നമ്മൾക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൗൺസിലിങ്ങിന് പോയ കാര്യം പറഞ്ഞല്ലോ, കൗൺസിലേഴ്സ് പറഞ്ഞ കാര്യം, അപ്പം നിങ്ങൾ ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് ആൻറ്റി തന്നെ പറഞ്ഞു. ഞാൻ ഡോക്ടറെ ഉപയോഗിച്ച് പറഞ്ഞു. ഡോക്ടറിൻ്റെ മുന്നിൽ വെച്ചല്ല, അല്ലാതെ അത് കാര്യം പോവാൻ ആദ്യം ഹെസിറ്റൻ്റ് ആയിരുന്നു. എന്നാൽ പിന്നെ പോയിട്ട് വന്നതിന് ശേഷം ഈ പറഞ്ഞ പോലത്തെ രീതിയിലുള്ള ടോക്ക് അന്നോട്ടേ ഉണ്ട്. ഇത് വെരി ബിഗിനിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒക്കെയാണ് കൗൺസിലിങ്ങിന് പോയത്. കൗൺസിലിങ്ങിന് പോയതിനു ശേഷം അതേപോലത്തെ ഒരു ഇത് തന്നെയായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ഒപ്പീനിയൻ ആ ഒരു സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, ഇപ്പം പാരൻസ് ഇത്ര ഇൻ്റർവീൻ ചെയ്യുന്നു, പ്രൈവറ്റ് ലൈഫ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പം ഒരു മോളുള്ളൊരു പാരൻറ്റ് ഇപ്പം ഓവർ പൊസസീവ്നെസ് ആണ്, ഓക്കെ ആയിക്കോട്ടെ, പക്ഷെ അതിനുള്ള ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് നമ്മളാണ് അത് തെളിയിക്കേണ്ടത് ഒരു കോടതിയിൽ ഒരു ഡിവോഴ്സ് കിട്ടാൻ. ആ ഒരു രീതിയിലൊക്കെയാണ് അത് അന്ന് ഒരു ഒപ്പീനിയൻ എടുക്കാൻ പോയപ്പോൾ അന്ന് കേട്ടത്. തുടർന്ന് ഞങ്ങൾ SNDPയിൽ ഞങ്ങളൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ അതുവരെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഇതേപോലെ സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടെന്നും അങ്ങനെ പറഞ്ഞ് നമ്മളെ ത്രെറ്റ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞിട്ട്, അതേപോലെ ഈ വിവാഹത്തിന് അവർ ഇൻ്റർവീൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അതും നമ്മൾ നേരത്തെ തന്നെ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളിപ്പം ഇത് നേരെ പോകണം എന്ന് പറയുകയാണെങ്കിൽ ചേട്ടൻ എൻ്റെ അടുത്ത് തിരിച്ച് ചോദിച്ചിട്ടുണ്ട്. അതായത് എപ്പോഴും ഇങ്ങനെ സൂയിസൈഡ് ചെയ്യുമെന്ന് പറയുന്ന ഒരാളുടെ കൂടെ നീ ജീവിക്കുമോ എന്നാണ് എൻ്റെ അടുത്ത് തിരിച്ച് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. നിങ്ങൾ അവസാനമായിട്ട് എപ്പോഴാണ് ഈ ഗ്രീമയും അമ്മയും ഒക്കെ എപ്പോഴാണ് ലാസ്റ്റ് കണ്ടത്? ഞങ്ങൾ കണ്ടത് ചേച്ചി മരിക്കുന്നതിൻ്റെ തലേ ദിവസം, അതായത് ഈ കഴിഞ്ഞ മൺഡേയും ട്യൂസ്ഡേയും ഞാൻ ചേച്ചിയെ കണ്ടിട്ടുണ്ട്. ചേച്ചി ഇവിടെ നമ്മുടെ വീട്ടിൽ ഞങ്ങളുടെ അപ്പച്ചി മരിച്ചതിൻ്റെ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ചേച്ചി വന്നത്. ചേട്ടനും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. അപ്പോഴൊക്കെ കാണുകയും അപ്പച്ചിക്ക് വായിക്കരിയുടെയും ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു നോർമൽ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും സഹകരിച്ച് ചെയ്യുമായിരുന്നു. ചേട്ടനോട് എന്തെങ്കിലും ലാസ്റ്റ് പറയുകയോ അങ്ങനെ സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ എന്തെങ്കിലും? അതായത് ഇപ്പം 19th എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൺഡേ അപ്പച്ചി മരിച്ചു, ട്യൂസ്ഡേ ആണ് ബോഡി എടുത്തത്. ഓക്കെ, അപ്പം ട്യൂസ്ഡേ വൈകിട്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ചേട്ടൻ്റെ അടുത്ത്, അതായത് ചേട്ടൻ ജനുവരിയിൽ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പച്ചി കുറച്ചൊന്ന് ക്രിട്ടിക്കൽ അസുഖം ആയിരുന്ന സമയത്ത് വന്നായിരുന്നു. അപ്പോൾ ചേച്ചി മ്യൂച്വലി ഡിവോഴ്സ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറയുകയും തുടർന്ന് നമ്മളൊരു അഡ്വക്കേറ്റിനെ പോയി കാണുകയും വക്കാലത്തൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് പോയത്. ആ കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുമുണ്ട്, ചേച്ചിയുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഈ ചേച്ചിയുടെ അമ്മ ഈ ബോഡി എടുത്ത ദിവസം വൈകിട്ട്, അതായത് ചേച്ചി ഇപ്പം മരിച്ച ദിവസം അതിൻ്റെ തലേന്ന് ചേട്ടൻ്റെ അടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വരികയും ചേട്ടൻ പറഞ്ഞു, നമുക്കിപ്പം ഇതല്ല നമ്മൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയല്ല, ഇപ്പോഴല്ല അതിൻ്റെ കറക്റ്റ് ടൈം എന്ന് പറയും. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഈ കാര്യത്തിൽ നേരത്തെ ഉള്ള അതേ തീരുമാനം, ഡിവോഴ്സ് എന്ന തീരുമാനമാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നവരടുത്തൊക്കെ ആൻറ്റി, സജിത ആൻറ്റിയാണ് ഇത് സംസാരിച്ചത്, ചേച്ചിയല്ല. ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ മുറ്റത്ത് നിൽക്കുമായിരുന്നു, എൻ്റെ അടുത്ത് ഇങ്ങനെ പോകുന്ന വഴിക്ക് പറഞ്ഞു, നാളെ രാവിലെ വീട്ടിൽ വന്നേക്കണേ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് പോയത്. അതിനുശേഷം അതിലെന്തെങ്കിലും ഒരു അസ്വാഭാവികത തോന്നിയിരുന്നോ? ഇത് വർഷങ്ങളായിട്ട് ഇതേപോലത്തെ കാര്യങ്ങളാണ് ഞങ്ങൾ കേൾക്കുന്നത്. ഞാനും മോളും പോവും. ഈവൻ അങ്കിള് മരിച്ചപ്പോൾ, അതായത് ചേച്ചിയുടെ അച്ഛൻ മരിച്ചപ്പോഴും ഞങ്ങൾ രണ്ടുപേരും അങ്ങ് പോവും എന്നുള്ള രീതിയിലുള്ള ടോക്കായിരുന്നു അന്ന് തൊട്ടേ പറയുന്നത്. അല്ലാണ്ട് ഇങ്ങനെ സൂയിസൈഡ് എന്നുള്ള വാക്കൊന്നും ഉപയോഗിച്ചില്ല. നാളെ രാവിലെ വീട്ടിൽ വരണമെന്ന് മാത്രം പറഞ്ഞു. അതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എൻ്റെ അടുത്ത് അങ്ങനെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അടുത്ത ജന്മത്തിൽ ഒന്നിക്കാമെന്നോ നമുക്കിനി അടുത്ത ജന്മത്തിൽ കാണാമെന്നോ അങ്ങനെ എന്തോ ഒരു മെസ്സേജ് അയച്ചായിരുന്നു അന്ന് സന്ധ്യയ്ക്ക് വൈകിട്ടെന്തോ. അത് ചേട്ടൻ എൻ്റെ അടുത്ത് പറയുകയും എൻ്റെ അടുത്ത് വന്നിട്ട് ഈ ചേച്ചിയുടെ അങ്കിള് ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്, അങ്കിളിനോട് പറയണമെന്ന് പറയും. അത് ഞങ്ങൾ അങ്കിളിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഒന്ന് പോയി നോക്കണം, അന്വേഷിക്കണമെന്ന് പറയും. അങ്കിൾ അത് ചെയ്യാമെന്നും പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് നമുക്കെല്ലാവർക്കും വാട്സാപ്പിൽ ഈ സൂയിസൈഡ് നോട്ട് ഒരു 3 പേജ് ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് തരികയും ഞങ്ങൾക്കും ഞങ്ങളുടെ നെയ്ബേഴ്സിനും ചേച്ചിയുടെ റിലേറ്റീവ്സിനൊക്കെ ചേച്ചി അത് അയച്ചെന്നുള്ളതാണ് പിന്നെ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ തരികയും ഇത് പിന്നെ ഞങ്ങൾ അറിയുകയും ചെയ്തത്. അതായത് നേരത്തെ തന്നെ ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു അല്ലേ? അവർ ടെൻഡൻസി എന്നല്ല, ഞങ്ങളുടെ അടുത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡിവോഴ്സുമായിട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ 3 പേരും കൂടെ ഒരു നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് സൂയിസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പല ആവൃത്തി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു ടഫ് സിറ്റുവേഷനിലായിരുന്നു. നമുക്കിതിലൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. നമ്മൾ അത് ചെയ്താലും ഇത് ഇങ്ങനെ വല്ലതും ചെയ്യും എന്നുള്ള അത്രത്തോളം ത്രെറ്റനിങ് നമുക്ക്. ചേട്ടനിപ്പോൾ എവിടെയാണുള്ളത്? ചേട്ടനിപ്പം പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. കസ്റ്റഡിയിലാണല്ലോ. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള എവിഡൻസ് ഒക്കെ നിങ്ങൾ കൈമാറിയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഇപ്പോഴത്തെ അവിടുത്തെ പ്രൊസീജിയേഴ്സിനും കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയില്ല. അല്ല, ഈ SNDPക്ക് കൊടുത്ത ഈ ലെറ്റർ അത് നമ്മളുടെ അടുത്ത് പോലീസ് ഇപ്പോൾ ഇതുവരെ അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല. ചേട്ടൻ്റെ കയ്യിലുള്ള റെക്കോർഡ്സ് കൊടുത്തിട്ടുണ്ടാവാം. ഓക്കെ. എന്തായാലും ഈ ഉണ്ണികൃഷ്ണൻ എന്നാണ് ഈ ഗ്രീമയുടെ ഭർത്താവിൻ്റെ പേര്. അദ്ദേഹം പോലീസ് കസ്റ്റഡിയിലാണ്. നിലവിൽ ഈ കുടുംബം നൽകുന്ന വിശദീകരണം ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തിനെതിരെ കേൾക്കുന്ന ആക്ഷേപങ്ങൾക്ക് അടിസ്ഥാനമില്ല. അതുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ് ഈ ഉണ്ണികൃഷ്ണൻ്റെ സഹോദരനടക്കം പങ്കുവെക്കുന്നത്. എന്തായാലും പൂന്തറ പോലീസിൻ്റെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിൽ നിജസ്ഥിതി ബോധ്യപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബവും. ക്യാമറമാൻ അരുണിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.